ആഷിക്കപ്പ് ആദ്യം ചെയ്യേണ്ടത്, ആഷിക്കപ്പിൻ്റെ ഒരു പടം ഞങ്ങളെല്ലാവരും കൂടി വർക്ക് ചെയ്തിട്ട് ഒരു മാസമായിട്ടും ഇതുവരെയും ഞങ്ങൾക്ക് തൊഴിലാളിക്ക് ശമ്പളം തന്നിട്ടില്ല. ഇതുവരെയും തൊഴിലാളിക്ക് ശമ്പളം തന്നിട്ടില്ല. ഇന്ന് ഒരു മാസമായി ഞങ്ങൾ പല തൊഴിലാളികളും ഈ 10-30 ദിവസം ജോലി ചെയ്തിട്ട് കഞ്ഞി കുടിക്കാതെ ഇതിനു വേണ്ടി കാശ് കാത്തിരിക്കുകയാണ്. 40 ലക്ഷത്തോളം രൂപ ഞങ്ങൾക്ക് ആഷിക്കപ്പ് തരാനുണ്ട്. അത് സംബന്ധമായിട്ട് എന്തെങ്കിലും വൈരാഗ്യമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ഈ ചാനലിന് മുന്നിലല്ല പറയേണ്ടത്. ചാനലിന് മുന്നിൽ മോശമായിട്ടല്ല പറയേണ്ടത്. ആ കാശ് തന്ന് ഇത് സെറ്റ് ചെയ്യാനാണ് നോക്കേണ്ടത്. യാതൊരു വിധത്തിലുള്ള അഭിപ്രായ ഭിന്നതയും ഫെഫ്കയ്ക്കകത്തില്ല. കാരണം ഫെഫ്ക തുടങ്ങിയപ്പം തൊട്ട് ഇതിൻ്റെ വൈസ് പ്രസിഡൻ്റായിട്ടിരിക്കുന്ന ഒരാളാണ്. ഇതുവരെയും സിബി സാറും ഉണ്ണി സാറും സതീശൻ, അതുപോലെ തന്നെ അതിൻ്റെ വർക്കിംഗ് സെക്രട്ടറി ശോകൻ, അവർ നല്ലൊരു നേതൃത്വം കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഫെഫ്ക. അത് നല്ല രീതിയിൽ ഇപ്പോൾ 8,000-ഓളം തൊഴിലാളികളും അതുപോലെ തന്നെ എല്ലാ രീതിയിലും നല്ല രീതിയിൽ വളർന്നിരിക്കുന്നൊരു സാഹചര്യമാണ്. അപ്പോൾ പിന്നെ ഈ പറയുന്നതിൽ യാതൊരു അർത്ഥമുള്ള കാര്യമല്ല. ഇതിനെ അമ്മയെ തകർത്തതുപോലെ ഇതിനെ തകർക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ പുറകിലെ 2-3 വ്യക്തികൾ, അത് ആഷിഖ് അബുവിനെ പോലുള്ള വ്യക്തികളെ കൂട്ടുപിടിച്ച് വിനയനെ പോലുള്ള ആൾക്കാർ ചെയ്യുന്ന ഒരു തന്ത്രങ്ങളാണ്. കാരണം അഹങ്കാരത്തിന് മറുപടി കൊടുത്താണ് വിനയനെ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ. അതിന് തിരിച്ച് ഇപ്പം ഞങ്ങളുടെ ഈ ഇഷ്ടം സമ്പാദിക്കാൻ വേണ്ടി ഒരു കാരണവശാലും അദ്ദേഹത്തിന് നടക്കത്തില്ല. കാരണം ഞങ്ങൾക്ക് അതുപോലെ ഈ ഫെഫ്കയ്ക്ക് അതിൻ്റെ നേതൃത്വം അതുപോലെ ഞങ്ങളെ സംരക്ഷിക്കുകയാണ്. ഈ 8,000 പേരുടെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സിബി സാറോ ഉണ്ണി സാറോ അവരുടെ ജീവിതം മറന്ന് അവരുടെ കയ്യിൽ നിന്ന് സാമ്പത്തിക നഷ്ടം വഹിച്ച് അവരുടെ ചിത്രങ്ങളെല്ലാം നഷ്ടപ്പെടുത്തി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ പോരാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ പറയുന്ന ഈ വർത്തമാനം വളരെ മോശകരമായ വർത്തമാനമാണ്. ഞങ്ങളെല്ലാവരും വളരെ സംതൃപ്തരായ രീതിയിലാണ് അവരുടെ കൂട്ടത്ത് ഈ ഉണ്ണി സാറ് ഞങ്ങൾക്ക് നേതൃത്വം തരുന്നത്. ഈ ബി ഉണ്ണികൃഷ്ണനെതിരെ രൂക്ഷമായ വിമർശനമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആഷിഖ് അബു ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് അദ്ദേഹത്തിനൊരു കപടമുഖമുണ്ട്, മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറയുന്നതിന് പകരം ഈ വാർത്താക്കുറിപ്പ് ഇറക്കി അങ്ങനെ ഒരു വ്യാജ ഇടത് പരിവേഷം ഉണ്ട് എന്നൊക്കെയാണ്. നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ഉണ്ടായ ഈ ആരോപണത്തെ പിന്നിൽ എന്താണെന്നാണ് മനസ്സിലാക്കുന്നത്? ഉണ്ണി സാറിനെ സംബന്ധിച്ചോളം അല്ലെ സിബി സാറിനെ സംബന്ധിച്ചോളം അവർ ഞങ്ങളോട് ചോദിക്കാതെ ഒന്നും പുറത്ത് പറയത്തില്ല. കാരണം പുറത്ത് പറഞ്ഞാൽ ഇപ്പം എന്തുകൊണ്ടാണ് ഇതുവരെയും ഞങ്ങൾ പ്രതികരിക്കാതിരിക്കുന്നത്? അത് അദ്ദേഹം വളരെ ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ നീക്കുന്നതുകൊണ്ടാണ്. നമ്മുടെ ഭാഗത്തുനിന്ന് ആ അമ്മ എന്നൊരു പ്രസ്ഥാനത്തിന് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പരാതി പറഞ്ഞ ഒരാളെയോ ദ്രോഹിക്കാൻ പാടില്ല. കാരണം അതിൻ്റെ എന്താണ് പരാതി എന്നുള്ളത് യഥാർത്ഥമായിട്ട് അന്വേഷിക്കേണ്ടതും കണ്ടുപിടിക്കേണ്ടതും അത് കോടതിയും അതിൻ്റെ വേണ്ടപ്പെട്ട ഗവൺമെൻറ്റുമാണ് കണ്ടുപിടിക്കേണ്ടത്. അല്ലാതെ നമുക്ക് ഒരാളെ കുറ്റപ്പെടുത്താനോ ഒന്നും നമുക്ക് സാധിക്കത്തില്ല. ഇപ്പോൾ ഇവരുടെ കൂട്ടത്തിലെല്ലാം വർക്ക് ചെയ്യുന്നതാണ് ഞങ്ങൾക്കറിയാം ഇതിൻ്റെ അകത്ത് എന്താണ് ഈ സെറ്റിൽ ഇങ്ങനെ ഒരു സംഭവമേ ഉണ്ടാകാത്തത്. ഞങ്ങൾ വളരെ ശ്രദ്ധിച്ചാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇതുപോലുള്ള പരാതികളൊക്കെ പറയുന്നത് അവർ സൂക്ഷിച്ച് മറുപടി പറയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ 21 യൂണിയൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ വിളിച്ചിട്ട് അതിൻ്റെ ഞങ്ങളുടെ എല്ലാ നിർദ്ദേശം അനുസരിച്ചതിന് ശേഷം അതെന്താണ് ഇവിടെ എന്താ പറയേണ്ടത്, എന്താ കാര്യങ്ങൾ, അതെന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതെല്ലാം അന്വേഷിച്ച ശേഷമേ ഒരു മറുപടി പറയത്തുള്ളൂ. ഇതുവരെയും ഒരു കാര്യത്തിന് മറുപടി പറയാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പറയേണ്ട മറുപടി വ്യക്തമായ രീതിയിൽ ഞങ്ങളുടെ നേതാവ് ഉണ്ണികൃഷ്ണൻ സാറ്, ഞങ്ങൾ ആരാധിക്കുന്ന നേതാവ്, ഞങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന നേതാവ്, അദ്ദേഹത്തിന് വേണ്ടി ഞങ്ങൾ ജീവൻ കൊടുക്കാൻ തയ്യാറാണ്. അങ്ങനെയുള്ളൊരു നേതാവ് ഞങ്ങളോട് ആലോചിച്ചതിന് ശേഷവും മറുപടി പറയത്തുള്ളൂ. ഒരു കാര്യം നടന്നാൽ അതിനെപ്പറ്റി പുള്ളി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, വളരെ ബുദ്ധിമാനാണ്. അദ്ദേഹത്തിൻ്റെ തൊഴിൽ കളഞ്ഞ് അദ്ദേഹം ഞങ്ങളുടെ കൂടത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പൈസ മുടക്കി ഒരു ചായ പോലും ഫെഫ്കാട് മേടിച്ച് കുടിക്കത്തില്ല. അതുപോലും പുള്ളിയുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ ഉണ്ണാൻ പറഞ്ഞാൽ പോലും ആഹാരം കഴിക്കാതെ പോകുന്ന മനുഷ്യനാണ്. ആ സമയമൊക്കെ കളഞ്ഞിട്ട് അദ്ദേഹം ഇതിനു വേണ്ടി ഇറങ്ങിയിരിക്കുന്ന തൊഴിലാളിയെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ ഈ 8,000 തൊഴിലാളികളും അതിൻ്റെ കീഴിൽ നിൽക്കുന്ന എല്ലാ ആൾക്കാരും അദ്ദേഹത്തിൻ്റെ കൊടുത്ത് ഉറച്ചു നിൽക്കും. ഇങ്ങനെ ഒരു പരിപാടി പറയുന്നത് തന്നെ നാണം കെട്ട വർത്താനമാണ്. ഈ ബി ഉണ്ണികൃഷ്ണനെ ഈ സിനിമയുടെ നവീകരണവുമായി ബന്ധപ്പെട്ട സർക്കാർ നിയോഗിക്കുന്ന സമിതിയിൽ നിന്ന് മാറ്റണമെന്നാണ് ആഷിഖ് അബു പറയുന്നത്. സത്യത്തിൽ എന്താണ് ഇതിനകത്തൊരു പ്രശ്നം? എന്താണ് അങ്ങനെ ഒരു ഭിന്നതയുണ്ടോ? ആഷിഖ് അബു ആദ്യം ചെയ്യേണ്ടത്, ആഷിഖ് അബുവിൻ്റെ ഒരു പടം ഞങ്ങളെല്ലാവരും കൂടി വർക്ക് ചെയ്തിട്ട് ഒരു മാസമായിട്ടും ഇതുവരെയും ഞങ്ങൾക്ക് തൊഴിലാളിക്ക് ശമ്പളം തന്നിട്ടില്ല. ഇന്ന് ഒരു മാസമായി ഞങ്ങൾ പല തൊഴിലാളികളും ഈ 10-30 ദിവസം ജോലി ചെയ്തിട്ട് കഞ്ഞി കുടിക്കാതെ ഇതിനു വേണ്ടി കാശ് കാത്തിരിക്കുകയാണ്. 40 ലക്ഷത്തോളം രൂപ ഞങ്ങൾക്ക് ആഷിഖ് അബു തരാനുണ്ട്. അത് സംബന്ധമായിട്ട് എന്തെങ്കിലും വൈരാഗ്യമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ഈ ചാനലിന് മുന്നിലല്ല പറയേണ്ടത്.
ചാനലിന് മുന്നിൽ മോശമായിട്ടല്ല പറയേണ്ടത്. ആ കാശ് തന്ന് ഇത് സെറ്റ് ചെയ്യാനാണ് നോക്കേണ്ടത്. അല്ലാതെ വളരെ മോശമായ രീതിയിൽ ഞങ്ങളുടെ നേതാവിനെ ഉണ്ണികൃഷ്ണനെ മോശമായിട്ട് സംസാരിക്കുന്ന വളരെ ഹീനമായ നടപടിയാണ്. ഈ തൊഴിലാളികൾക്ക് പൈസ കൊടുക്കാനുള്ളത് ഉണ്ണികൃഷ്ണനുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്? ഏതെങ്കിലും തരത്തിൽ ഇടപെട്ടിരുന്നു? ഉണ്ണികൃഷ്ണൻ ഇതിൻ്റെ സെക്രട്ടറി അല്ലേ, പൈസ പുള്ളിയല്ലേ തന്ന്, ഞങ്ങൾക്ക് പൈസ കിട്ടിയല്ലേ പുള്ളിയല്ലേ മേടിച്ച് തരണ്ടേ. പുള്ളി സംസാരിച്ചും അത് പുള്ളി സംസാരിക്കുന്ന ഞങ്ങളെ പോയി ഗുണ്ടായിസ രീതിയില്ല. ഞങ്ങളെങ്ങാനും ആരോടെങ്കിലും ഏതെങ്കിലും ഒരു പ്രൊഡ്യൂസറോടോ ഏതെങ്കിലും അപമര്യാദയായിട്ട് പെരുമാറി ഞങ്ങൾക്ക് അപ്പം താക്കീത് തരും. അത് ചെയ്യാൻ പാടില്ല. കാരണം സിനിമ ഉണ്ടേലേ, പ്രൊഡ്യൂസർ ഉണ്ടേലേ, സിനിമ ഉണ്ടേലേ നിങ്ങൾക്കൊക്കെ ആഹാരം കഴിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പം നിങ്ങൾ അതനുസരിച്ച് മുന്നോട്ട് പോകണം. ഒരു കാരണവശാലും ധിക്കാരപരമായിട്ട് സംസാരിക്കാൻ പാടില്ല. ഞങ്ങൾ ഇതൊന്നും സംസാരിക്കാൻ പാടില്ലാത്ത കാര്യമാണ്. കാരണം എൻ്റെ വേദനയുടെ പുറത്താണ് ഇത് സംസാരിക്കുന്നത്. ഇതിപ്പോ ഉണ്ണികൃഷ്ണൻ ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നോ നിലവിൽ? അല്ല, ഇടപെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. കാശ് മേടിച്ചു കൊടുക്കണ്ടേ തൊഴിലാളിക്ക്? സംസാരിച്ചിട്ടുണ്ട്. അതിന്റെ വിരോധം മൊത്തത്തിൽ പുള്ളിക്ക് യൂണിയൻ തുടങ്ങിയപ്പം തൊട്ടുള്ള വിരോധമാണ്. പുള്ളി എപ്പോഴും കാണുന്ന എല്ലാം മഞ്ഞപ്പിത്തം പോലെ പുള്ളി എപ്പോഴും കാണുന്നു, ആശിക്ക് കാണുന്നു. ആ രീതിയിലുള്ളത് മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ നേതാവെന്ന് പറയുന്നത് ഇന്നും ഞങ്ങൾക്ക് ആരാധീനായ നേതാവ് തന്നെയാണ്. അത് ശ്രീ ഉണ്ണികൃഷ്ണൻ തന്നെയാണ്. ഉണ്ണികൃഷ്ണൻ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം അമ്മയെ തകർത്തതുപോലെ ഫെപ്പ എന്ന പ്രസ്ഥാനത്തെ തകർക്കാൻ ആർക്കും സാധിക്കത്തില്ല. ഞാൻ ഈ ചാനൽ സംസാരിക്കാമെന്ന് എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ വളരെ മാന്യമായ രീതിയിലാണ് മീഡിയ വൺ ഇതുവരെയും ഈ വിഷയത്തിന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് മേലുള്ള വിഷയത്തിൻ്റെ വാർത്തകൾ കൊടുത്തിട്ടുള്ളൂ. നിങ്ങളത് ചാനലിനെ ഇത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല കൊടുത്തു, മറ്റുള്ള ചാനലിനെ പോലെ. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് നിങ്ങളോട് ഞാൻ സഹകരിച്ച് സംസാരിക്കുന്നത്. കാരണം വെച്ചാൽ ഫെപ്പ എന്നൊരു പ്രസ്ഥാനത്തെ തകർക്കാൻ ആർക്കും സാധിക്കത്തില്ല. കാരണം അത് ഉറച്ചു തന്നെ നിൽക്കും. ഒരാളും അതിനൊരു ഭിന്നതയില്ല. അവരിങ്ങോട്ട് വന്ന് ഞങ്ങളൊരു തന്ത വരുന്ന പോലെ തന്നെ, ഒരു അച്ഛൻ വരുന്ന പോലെ തന്നെയാണ് ഉണ്ണികൃഷ്ണൻ സിബി സാറിനെയും കാണുന്നത്. അവർ പറയുന്നത് ഞങ്ങൾ കേൾക്കും. അല്ല ഇതിൻ്റെ അകത്ത് യാതൊരുവിധ തകർച്ചയോ പൊളിച്ചെഴുത്തലോ ഒന്നുമില്ല.